ആത്മീയ പുതുക്കത്തിൻ്റെ ജീവിതശൈലി 5-ാം ഭാഗം. പഴയ മനുഷ്യൻ്റെ ലക്ഷണങ്ങളിൽ മൂന്നാമത്തേതായ മോഷണം. എഫേസ്യ ലേഖനം 4:28 കള്ളൻ ഇനിയും കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാനുണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കത്രേ വേണ്ടതെന്ന വചനത്തിലൂടെ പഴയ മനുഷ്യൻ്റെ സ്വഭാവങ്ങളിലൊന്നായ മോഷണം പുതിയ മനുഷ്യനിൽ ഉണ്ടാകരുതെന്ന് വേദഭാഗം ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവർ അധ്വാനിച്ചുണ്ടാക്കുന്നത് എന്തും അപഹരിക്കുന്നത് മോഷണമാണ്. സമൂഹത്തിലെ എല്ലാ ശ്രേണിയിൽപ്പെട്ടവരും ചൂഷണത്തിലൂടെയും മറ്റ് പലതരത്തിലും ഇത്തരം മോഷണങ്ങൾ നടത്തുന്നുണ്ട്. വേദഭാഗം പഠിപ്പിക്കുന്ന പുതിയ മനുഷ്യൻ്റെ ജീവിതം പുതിയ മാനവികത അനുസരിച്ചാവണം. വേതനത്തിനും ലാഭത്തിനും വേണ്ടി വേല ചെയ്യുക, പ്രതിഫലം വാങ്ങുക, സ്വയം അനുഭവിക്കുക എന്ന മുതലാളിത്ത വ്യവസ്ഥിതിയുടെ തത്വമായ പഴയ മനുഷ്യൻ്റെ മാനവികതയല്ല പുതിയ മനുഷ്യനുണ്ടായിരിക്കേണ്ടത്. പ്രത്യുത സമൂഹത്തിലെ മറ്റുള്ളവർക്കും ജീവിക്കുവാൻ സാധ്യതയുണ്ടാകുന്ന വിധത്തിൽ സേവിക്കുകയും അന്യരെ സഹായിക്കുകയും ചെയ്യുന്ന അധ്വാനമാണ് പുതിയ മനുഷ്യൻ്റെ ലക്ഷണം. ദാനധർമ്മത്തിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ പ്രകടമാകുന്നത്. നമുക്കുള്ളവ മറ്റുള്ളവർക്കായി പങ്കുവെക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുക എന്ന ആശയവും അതനുസരിച്ചുള്ള പുതിയ മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ചും റോമർ 15:26, 2 കൊരിന്ത്യർ 9:8-9, ഗലാത്യർ 2:10, 1 കൊരിന്ത്യർ 11:22 എന്നീ വേദഭാഗങ്ങൾ എടുത്തു പറയുന്നു. ഈ ആശയമായിരുന്നു എല്ലാം വിറ്റ് കൊണ്ടുവന്ന അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ച അപ്പോസ്തോലിക കാലത്തെ രീതി. ആത്മീയ ഭക്ഷണമാകുന്ന വിശുദ്ധ കുർബാനയിൽ തുല്യാംശികൾ ശാരീരിക ഭക്ഷണത്തിനും തുല്യ പങ്കുകാരാകുന്നുവെന്ന ഈ ജീവിതശൈലിയാണ് ആദിമ ക്രിസ്തീയ സഭയിൽ ഉണ്ടായിരുന്നത്. പ്രിയമുള്ളവരെ, തിന്മയിലൂടെ സമ്പാദിക്കാതെ, മറ്റുള്ളവർ അധ്വാനിച്ചുണ്ടാക്കുന്നത് അപഹരിക്കാതെ, നന്മയിൽ ജീവിച്ച് നമുക്ക് ലഭിച്ചതെല്ലാം നമ്മുടെ കഴിവ് കൊണ്ട് നേടിയതല്ല, എല്ലാം ദൈവം തന്ന ദാനമാണ് എന്ന ബോധ്യത്തിൽ യേശു കാണിച്ചു തന്ന കാരുണ്യപ്രവർത്തികൾ അനുസരിച്ച് മുട്ടുള്ളവന് കൊടുക്കുന്ന ദാനധർമ്മത്തിൻ്റെ ജീവിതശൈലിയിലുള്ള പുതിയ മനുഷ്യനായി നാം ജീവിക്കുമ്പോൾ നിത്യതയിലേക്കുള്ള വഴിയിൽ ഒരു പടി കൂടി മുന്നേറുവാൻ നമുക്കിടയാകുമെന്ന് ഇത്തരുണത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഈ വചനഭാഗം നമ്മെ പുതിയൊരു മനുഷ്യനാക്കി തീർക്കുവാൻ ഇടയാക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.